നാമം മാറ്റപ്പെടുമാറാകട്ടെ. എങ്ങനെ നമുക്കൊരു അവസരം ലഭിച്ചതിന് നമുക്ക് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. സകല മഹത്വവും ദൈവത്തിന്. ഇന്നത്തെ മീറ്റിംഗ് 200ാമത്തെ പ്രയർ സൂം മീറ്റിംഗ് ആണ്. കഴിഞ്ഞ 199 മീറ്റിങ്ങുകളിൽ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു. അനേക കാര്യങ്ങളോർത്ത് പ്രാർത്ഥിക്കാൻ ദൈവം സഹായിച്ചു. ഇത്രത്തോളം നടത്തിയ ദൈവത്തിന് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അനേക വചനങ്ങൾ കേട്ടു. നമ്മളുടെ ആത്മീയമായ ജീവിതത്തിന് അത് വളരെ പ്രയോജനമായിരുന്നു. നമ്മളും കൂടുതൽ പ്രാർത്ഥിക്കാനും അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഒക്കെ നമുക്ക് സഹായിച്ചു. ഇന്നും നമുക്ക് ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന ദൈവനായ ദൈവത്തിന് ആദ്യമായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. അതിനിപ്പോൾ ആദ്യമായിട്ട് തങ്കമ്മ സഹോദരിയെ പ്രാർത്ഥനയ്ക്കും ഓപ്പണിംഗ് പ്രേയറിനായിട്ട് പ്രിയ തങ്കമ്മ സഹോദരിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മാറ്റപ്പെടുവാനാകട്ടെ. താങ്ക് യു ശാന്തമ്മ. നമുക്ക് പ്രാർത്ഥിക്കാം. വലിയവനായ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുന്ന് അത്യുന്നതനുമായിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ എത്ര സ്തുതിച്ചാലും മതിയാകാത്ത വിധത്തിൽ അവിടുന്ന് സകല സ്തുതിക്ക് യോഗ്യനായിരിക്കാൻ സ്തോത്രം. സ്വർഗത്തിൽ അവിടുത്തെ ആരാധിക്കുന്നത് നീ യോഗ്യൻ 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 എന്ന് പറഞ്ഞ് അവിടുത്തെ പാദത്തിൽ വീണുകൊണ്ടാണ്. ഞങ്ങളും അത് തന്നെ ചെയ്തിട്ട് മക്കളെന്നുള്ള പദവിയോടുകൂടെ ഞങ്ങൾ ആ പാദത്തിൽ വീഴുന്നു. മഹത്വം എല്ലാം അവിടുത്തെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. അവിടുത്തെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യനായിരിക്കാൻ സ്തോത്രം. ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി അവിടുത്തെ പുത്രന്റെ രക്തത്തെ വിലയ്ക്ക് വാങ്ങിയവരാണ്. അതുകൊണ്ട് ഞങ്ങൾ എത്രമാത്രം അവിടുത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തണം. കർത്താവേ, ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിങ്കൽ ഇരിക്കുന്നു, അവിടുത്തെ പാദപീഠത്തിങ്കൽ വീഴുന്നു. ഞങ്ങളെ ചെവിയുമായിരിക്കാൻ ഉള്ളവരെ കടാക്ഷിക്കുന്ന ദൈവമായിരിക്കാൻ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്നിവിടെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായിട്ട് കൂടിയിരിക്കുകയാണ്. കഴിഞ്ഞ 199 പ്രാർത്ഥനാ കൂടിവരവുകളും അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിപ്പാൻ, പ്രാർത്ഥനയെ കുറിച്ച് അനേക വചനം കേൾക്കുവാൻ കർത്താവെ ഞങ്ങൾക്ക് ആവശ്യം, പ്രാർത്ഥനയ്ക്കുള്ള ആവശ്യബോധം ലഭിക്കുവാൻ, ദൈവാത്മാവിന്റെ പ്രേരണ ലഭിക്കുവാനൊക്കെ ഇടയാക്കി കർത്താവെ. അങ്ങനെ 199 പ്രയർ മീറ്റിങ്ങും കടന്നുപോയി. ഇന്ന് ഞങ്ങൾ 200ാമത്തെ പ്രയർ മീറ്റിങ്ങിനാണ് ഇരിക്കുന്നത്. ഇത്ര ഭാഗ്യമുള്ള ഒരു പദവി ഞങ്ങൾക്ക് തന്നിരിക്കാൻ സ്തോത്രം. ഈ സൂം പ്ലാറ്റ്ഫോമിനായിട്ട് സ്തോത്രം. എത്ര നന്ദി പറഞ്ഞാലും മതിയാകാത്ത ആത്മീയമായി ഉണർത്താൻ ഇങ്ങനെ അവസരം ഒരുക്കി തന്ന ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് അവിടുത്തെ പാദപീഠത്തിങ്കിൽ ഇരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങളിൽ പലരും ശാരീരിക ക്ഷീണം, ബലഹീനതയും അസുഖങ്ങളും നിമിത്തം ഇന്ന് കടന്നു വരുവാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും അവരുമായിരിക്കുന്ന സ്ഥാനത്ത് അവരെയും ഓർന്ന് കാത്തുകൊള്ളണം. ഇന്ന് കർത്താവെ, ഞങ്ങൾക്ക് നെറ്റിന്റെ ഒരു പ്രോബ്ലം ഉണ്ടാകരുതേ എന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആ നെറ്റിന്റെ കണക്ഷനും ഒക്കെ കിട്ടി ഒരു പ്രശ്നവുമില്ലാതെ ഞങ്ങൾക്ക് ഇന്ന് ആദ്യോടെന്താ അവിടുത്തെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുകയും പാട്ടുപാടുകയും കർത്താവെ വചനം ധ്യാനിക്കുകയും അതിനുശേഷം അനേക വിഷയങ്ങളോർത്ത് പ്രാർത്ഥിക്കുകയും പിന്നീട് ഞങ്ങൾക്ക് കർത്താവെ പ്രാർത്ഥിച്ച് പിരിവാനും അവിടുന്ന് കൃപ ചെയ്യുന്ന ഓർത്ത് സ്തോത്രം. പ്രിയപ്പെട്ട സഹോദരിമാരെ എന്നൊക്കെയും അവിടുന്ന് കൂട്ടി വരുത്തിയോണ്ട് സ്തോത്രം. പ്രിയ ശാന്തമ്മയ്ക്കായി സ്തോത്രം. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ, ആത്മാവിന്റെ നിറവിൽ അത് ലീഡ് ചെയ്യുവാൻ പ്രിയപ്പെട്ടവളെ അവിടുന്ന് ബലപ്പെടുത്തിയിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഈ പ്രോഗ്രാം എല്ലാം തയ്യാറാക്കി അത്യധ്വാനം ചെയ്ത് ഇതിന്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ആ അധ്വാനം ഫലമാണ് ഞങ്ങൾ ഇന്ന് ആത്മീയ സന്തോഷം അനുഭവിക്കുന്നത്. വിശേഷാൽ ശിബയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എന്റെ ദാസിക്ക് പലവിധമായ പ്രശ്നങ്ങളുണ്ട് കർത്താവെ. അടിക്കടി ഓരോന്നുണ്ടാകുമ്പോൾ ഞങ്ങൾ ആരും അടുത്തു പോകാതെ ദാസിയെ പ്രത്യേകം പ്രാർത്ഥനയിൽ വഹിക്കുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അബിഗേലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന് പരിപൂർണ സൗഖ്യം
അടിക്കടി ഉണ്ടാകുന്ന പ്രശ്നം ആ കുടുംബത്തോട് അവിടുന്ന് കൂടുതൽ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുവാനാണ്, അവിടുത്തെ രുചിച്ചറിയുവാനാണ് അതോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഡാർലി സിസ്റ്റർ എന്റെ പുറകിൽ വളരെ അധ്വാനിക്കുന്നുണ്ട്. എന്റെ മകളെയും കാനഡയുടെ പ്രദേശങ്ങളിൽ അവിടുന്ന് സൂക്ഷിച്ചിരിക്കുക, സ്തോത്രം. മാത്രമല്ല ചില സഹോദരന്മാർ ടെക്നിക്കലായിട്ട് ഇതിന് വേണ്ട എല്ലാ ഹെൽപ്പും ചെയ്തു തരുന്നുണ്ട്. അങ്ങനെ ആരൊക്കെ പ്രവർത്തിക്കുന്നു, ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരെയും, എല്ലാ കുടുംബങ്ങളെയും, എല്ലാ ആവശ്യങ്ങളെയും അവിടുത്തെ സന്നദ്ധ വയ്ക്കുന്നു. ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും അത് സന്തോഷ ദിവസമായിരിക്കണം. വിശേഷാൽ ഇന്ന് ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ കേട്ടു പാട്ട് പാടുവാൻ വളരെ കഴിവുള്ള ഒരു കുഞ്ഞാണ് ഞങ്ങളുടെ മധ്യത്തിലുള്ളത്. കർത്താവെ, ജോസ്ന ബിജോ പ്രിയ പൈതലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന അവിടുന്ന് കൊടുത്ത കഴിവുകൾ ആദ്യമായിട്ടാണെങ്കിലും കർത്താവിന്റെ സന്നിധിയിൽ ഇന്ന് ധൈര്യത്തോടെ വന്ന് പാട്ട് പാടുവാൻ അവിടുന്ന് ഇടയാക്കി. യാതൊരു ടെക്നിക്കൽ പ്രോബ്ലവും ഉണ്ടാകല്ലേ കർത്താവെ. ഞങ്ങൾക്കത് കേട്ട് വളരെ ആത്മീയ ഉത്സാഹം ലഭിപ്പാൻ, ഉണർവ് ലഭിപ്പാൻ ഇടയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം വചനം സംസാരിക്കുന്ന പ്രിയമകളോട് കൂടെ ഇരിക്കണമേ. ലിസാജീനും പ്രിയ മകൾ മീനടുത്തുനിന്ന് കർത്താവെ ജോയിൻ ചെയ്തിട്ടുണ്ട്. പ്രിയമകളും ആദ്യമായിട്ടാണ് എങ്കിലും തനിക്ക് വളരെ കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ മത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ, മാത്രമല്ല ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ മുമ്പോട്ട് സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നത് കണ്ട് സന്തോഷിക്കുവാൻ, തലമുറകൾ അങ്ങനെ അനുഗ്രഹിക്കപ്പെടുവാൻ. ഇന്ന് ഞങ്ങൾ പൊതുവെ പറയുന്നത് തലമുറകൾ നശിച്ചു കൊണ്ടിരിക്കുക, എന്നാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ആത്മീയമായിട്ട് മുന്നേറുന്നത് കാണുവാൻ, അവരെ പ്രാർത്ഥനയിൽ വഹിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് എന്താ അവിടുന്ന് കൂടെ ഇരിക്കണം. അതിനുശേഷം ഞങ്ങൾക്ക് പ്രാർത്ഥന സമയമാണല്ലോ കർത്താവെ. അനേക വിഷയങ്ങൾ അവിടുന്ന് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്. ആത്മാർത്ഥതയോടെ, ആവശ്യബോധത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിപ്പാൻ, ചോദിച്ചു വാങ്ങിക്കുവാൻ അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ചോദിപ്പേ ഞാൻ നിങ്ങൾക്ക് തരാം. ചോദിച്ചു വാങ്ങിക്കുവാൻ, ഉത്തരം ലഭിപ്പാൻ ഇടയാക്കണമേ. അതിനുശേഷം ക്ലോസിംഗ് പ്രയർ ചെയ്യുന്ന ഡാർലീസ് ശമലിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇവിടെ അറ്റൻഡ് ചെയ്യുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കും. എല്ലാവർക്കും ആവശ്യമായ കൃപമേൽ കൃപ തന്ന് ഞങ്ങൾ കർത്താവിന് അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാനിടയാക്കണം. അവിടുന്ന് പ്രാർത്ഥന കേട്ടത് കൊണ്ട് സ്തോത്രം. കുറവുകളെല്ലാം ക്ഷമിച്ചു തരണമേ കർത്താവേ. സകലവും കർത്താവായ യേശുരക്ഷിതാവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേൾക്കണം സ്വർഗസ്ഥ പിതാവേ. ആമേൻ. സ്തുതിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്തുകൊണ്ട് വേണം നമ്മൾ ദൈവസേനയിൽ വരാൻ. ഇന്ന് നമുക്ക് അങ്ങനെ ഒരു അവസരം നൽകിയിരിക്കാൻ സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് പാട്ട് പാടാൻ പോകുന്ന പ്രിയ ലിസ പാട്ട് പാടാൻ പോകുന്ന ജോസ്ന ബിജുവിന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ഞാൻ നേരത്തെ ഓർപ്പിച്ചതുപോലെ പ്രിയ മകൾ ആദ്യമായിട്ടാണ് സൂമിൽ പാടുന്നത്. പക്ഷെ വളരെ നന്നായിട്ട് പാടാൻ കഴിവുള്ള ഒരു പ്രിയ മകളാണ്, യുവ സഹോദരിയാണ്. നമുക്ക് സന്തോഷത്തോടുകൂടെ പ്രിയ മകളുടെ പാട്ടുകൾ കേൾക്കാം. നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയ സഹോദരിമാരോടൊപ്പം പാണ്ഡത്തിന്റെ ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ ദൈവസന്നിധിയിൽ ഇന്നിങ്ങനെ ഒരുമിച്ചായിരിക്കാനും ഈ ശുശ്രൂഷയുടെ ഒരു ഭാഗമായി തീരുവാനും എനിക്കിടയാക്കിയ സ്നേഹവാനായ കർത്താവിനാദ്യമായി നന്ദി കരയേറ്റുന്നു. ഇന്നത്തെ ഈ പ്രെയർ മീറ്റിംഗിലേക്ക് എനിക്ക് പാടുവാനായി ഒരു അവസരം ഒരുക്കി തന്ന എല്ലാ എൻകറേജ്മെന്റും തന്ന പ്രിയ ഷീബ ആൻറ്റിയോടും പാൻഡത്തിന്റെ മറ്റെല്ലാ അഡ്മിൻസിനോടും ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ ദൈവമക്കളോടും കർത്തൃനാമത്തിലുള്ള എൻ്റെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ഈ എളിയ ശുശ്രൂഷയിലൂടെ ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമുക്കായി ഈ താണലോകത്തിലേക്ക് വന്ന് തൻ്റെ ജീവനെ തന്ന നമ്മുടെ വീണ്ടെടുപ്പുകാരനായ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടുള്ള ഒരു ഗാനം ആദ്യമായി ആലപിക്കുവാൻ കർത്താവിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. സ്തുതിക്ക് യോഗ്യനെന്നും എൻ്റെ യേശു മാത്രമാമെന്ന ഗാനം പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം.
സങ്കീർത്തനങ്ങൾ 46:1 നാം വായിക്കുന്നു, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. ദൈവമക്കളുടെ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ കഷ്ടങ്ങളിലും കർത്താവ് നമുക്ക് ഏറ്റവും അടുത്ത തുണയായിട്ടുണ്ട് എന്നുള്ള വസ്തുത നമുക്ക് ഏറെ ആശ്വാസകരമാണ്. അനുഗ്രഹീത ഗായകനും ഗാനരചയിതാവുമായിരുന്ന കർത്തൃദാസൻ JV പീറ്ററിന്റെ നിനക്കായി കരുതും അവൻ നല്ല ഓഹരി എന്ന അടുത്ത ഗാനം പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. നിനക്കായി കരുതും
താങ്ക് യു. ദൈവത്തിന് സ്തോത്രം. വളരെ മനോഹരമായ 2 പാട്ട് നമുക്ക് കേൾക്കുവാൻ സാധിച്ചു. സകല മഹത്വവും ദൈവത്തിന്. മകൾക്ക് കൊടുത്തിരിക്കുന്ന വലിയ കഴിവിനായിട്ട് സ്തോത്രം ചെയ്യാം. സ്തോത്രം. അടുത്തതായിട്ട് നമ്മള് വചനം കേൾക്കാനായിട്ട് പോവുകയാണ്. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വചനത്തിൽ ഇരിക്കാറ്. വചനം നമ്മുടെ കാലിന് ദീപവും പാതയ്ക്ക് വെളിച്ചവുമാണ്. വചനമാണ് നമ്മളെ ഓരോ ദിവസവും നടത്തുന്നത്. നമ്മളുടെ കഷ്ടങ്ങളിൽ അത് ഏറ്റവും അടുത്ത തുണയാണ്. ഓരോ വചനവും നമുക്ക് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വചനം. അപ്പൊ ഇന്ന് നമ്മള് പ്രിയ സഹോദരി ലിസ ജിനുവിൽ നിന്ന് നമുക്ക് വചനം കേൾക്കാം. മീനടം അസംബ്ലിയിലാണ് പ്രിയ മകളുള്ളത്. അവിടെ പിന്നെ വളരുവാൻ സാധിച്ചു. ഇന്നലെ നമുക്ക് മീനെടുത്തു എന്നുള്ള ഒരു പ്രിയ യുവ സഹോദരന്റെ വചനമാണല്ലോ കേട്ടത്. നമ്മുടെ ബിനോ അത് കേട്ടു. അതുപോലെ ഇന്ന് നമുക്ക് മീനെടുത്തു തന്നെ പ്രിയ സഹോദരി നമുക്ക് വചനം കേൾക്കാം. ദൈവനാമം ഓർത്തപ്പെടുമാറാകട്ടെ. ഓവർ ടു സിസ്റ്റർ ലിസ. താങ്ക് യു. എല്ലാരും കേട്ടതില്ലേ? കേൾക്കാം. ദൈവത്തിന്റെ വിലയേറിയ നാമം മഹത്വപ്പെടട്ടെ. എന്റെ പേര് എല്ലാരും പരിചയപ്പെടുത്തി കഴിഞ്ഞു. എന്റെ പേര് ലിസ എന്നാണ്. ഞാൻ മീനടം സ്വദേശിയാണ്. എനിക്ക് പ്രകാരം ഒരു അവസരം ദൈവം ഒരുക്കി തന്നു. അതിന് ശിവാന്റിയോടുള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിക്കുകയാണ്. പ്രത്യേക നമ്മുടെ ലോകത്തോട്ട് നോക്കിയാല് സ്ത്രീ ശാക്തീകരണമൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. ആ നിലയിൽ സ്ത്രീകൾക്ക് സമത്വം കൊടുക്കണം ഒക്കെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്രകാരം ലോകത്തിന്റെ മുഖങ്ങളിലൂടെയൊക്കെ നടന്നും അവനവനിഷ്ടമായ ബോധിച്ച രീതിയിലൊക്കെ നടക്കുന്ന പല സ്ത്രീകളും അത് ഞങ്ങളുടെ ആവശ്യമാണ്, ഞങ്ങളുടെ അവകാശമാണ്, അത് ചോദിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ സാഹചര്യമുള്ളത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിലൂടെ നമ്മളുടെ ശിവാന്റി ഒരുക്കിയിരിക്കുന്ന ഈ വലിയ ശുശ്രൂഷ ഓരോ ഇപ്പൊ എന്റെ സ്വന്തമായിട്ട് എന്റെ കാര്യം പറഞ്ഞാൽ എന്നെ ഒന്നും അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല. പക്ഷെ എന്നാലും ആന്റിക്ക് എന്നെയും ഇങ്ങനെ ഈ നിരയിൽ എന്നെയും ചേർക്കാൻ ആന്റിക്ക് തോന്നി. അങ്ങനെ ഒരു എല്ലാവരുടെയും താലന്തുകളെ ഈ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയുള്ള താലന്തുകളെ ഉപയോഗിക്കുവാൻ വേണ്ടി ആന്റി എന്നെയും സെലക്ട് ചെയ്തു. അതിനായും സ്തോത്രം ചെയ്യുന്നു. ഞാൻ ഓർക്കുകയാണ്, ആദ്യമായിട്ടാണ് എൻ്റെ ഒരു ഫോട്ടോ അടിച്ചൊരു നോട്ടീസ് അപ്രകാരം വരുന്നത്. അത് കണ്ടപ്പോൾ സത്യത്തിൽ വളരെ സന്തോഷമാണ് തോന്നിയത്. ആന്റി അത് ഉദ്ദേശിക്കുന്നത് നമ്മളെ ആ നിലയിലൊക്കെ വളരെ കോൺഫിഡൻസ് ഉള്ളവരാക്കി നിർത്താൻ വേണ്ടിയാണ് ആന്റി അപ്രകാരമൊക്കെയും ചെയ്യുന്നത്. അതൊക്കെ വളരെ സന്തോഷത്തോടെയാണ് അതൊക്കെ കാണുവാൻ സാധിച്ചത്. രാവിലെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആന്റിയുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ ആന്റി എന്നോട് പറഞ്ഞ ഒരു കാര്യം എന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. നമ്മളെല്ലാവരും കൃപയുള്ള സഹോദരിമാരാണ് എന്ന് എന്നോട് പറഞ്ഞു. അതെന്നെ സത്യത്തിൽ എനിക്ക് വളരെയധികം എന്നെ ചിന്തിപ്പിക്കാൻ ഇടയായി തീർന്നു. ഇപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ ആന്റിയോടുള്ള നന്ദിയും സ്നേഹത്തെയും ഈ സമയത്ത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. നമുക്ക് ദൈവത്തിന്റെ വചനത്തിലേക്ക് കടക്കാം. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. 1 യോഹന്നാൻ 5-ാം അധ്യായം 14-15 വാക്യങ്ങൾ. അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നുള്ളത് നമുക്ക് അവനോടുള്ള ധൈര്യമാകുന്നു. നാം എന്തപേക്ഷിച്ചാലും അവൻ നമ്മുടെ അപേക്ഷ കേൾക്കുന്നു എന്നറിയുന്നുവെങ്കിൽ അവനോട് കഴിച്ച അപേക്ഷ നമുക്ക് ലഭിച്ചു എന്നും അറിയുന്നു. ഇവിടെ നമ്മൾ വായിച്ചത് നമ്മുടെ അപേക്ഷ നിശ്ചയമായും കേൾക്കുന്ന ഒരു ദൈവം. അത് ആ അപേക്ഷ കേട്ടു എന്നുള്ളതിന്റെ ഉറപ്പ് എന്താന്ന് ചോദിച്ചാൽ അത് നമുക്ക് ലഭിച്ചു എന്നതുമാണെന്ന് ആണ് ഇവിടെ യോഹന്നാൻ പറയുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ അനുദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. രോഗങ്ങളും ദുഃഖങ്ങളും ആപത്തുകളും ഒക്കെ ആയിട്ട് നിരവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നവരാണെന്ന്. ദൈവമക്കളായ നമ്മൾക്ക് അല്പം കൂടെ കൂടുതൽ കഷ്ടത ഉണ്ടെങ്കിലേ ഉള്ളൂ. കാരണം നമ്മൾക്ക് കഷ്ടതയ്ക്കുള്ള വരവും കൂടെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ
ഈ നനയ്ക്കാത്ത നേരത്ത് നേരിടുന്ന ഈ പ്രശ്നങ്ങളൊക്കെയും പലപ്പോഴും നമ്മളെ വളരെയധികം സ്വാധീനിക്കുകയും അല്പനേരത്തേക്കാണല്ലോ ഞാൻ പോലും ദൈവസന്നിധിയിൽ നിന്ന് ഇച്ചിരി മാറി നിൽക്കേണ്ടത് പോലും ഉള്ള സാഹചര്യങ്ങൾ നേരിടേണ്ടതായിട്ടുള്ള പ്രതിസന്ധികൾ നമ്മൾക്ക് ഉണ്ടാകാറുണ്ട്. ഈ അവസരത്തിലൊക്കെ നമ്മൾ വളരെ ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുകയും വളരെ കോൺഫിഡൻസ് ആയിട്ടിരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ്. അതിനായിട്ട് നാം തിരിച്ചറിയേണ്ടതായിട്ടുള്ള ഒരു വസ്തുതയുണ്ട്. 1 യോഹന്നാൻ 5:14 നമ്മൾ ഇപ്രകാരമാണ് അത് വായിച്ചു തുടങ്ങുന്നത്. ഇങ്ങനെയാണ്: അവന്റെ ഇഷ്ടപ്രകാരം നാം എന്തെങ്കിലും അപേക്ഷിച്ചാൽ. അപ്പോൾ എല്ലാ അപേക്ഷയും കേൾക്കും എന്നുള്ളതല്ല ഇവിടെ ഉള്ളത്, അവന്റെ ഇഷ്ടപ്രകാരമുള്ള അപേക്ഷ. എന്നിട്ട് ഇഷ്ടപ്രകാരം ഒരാൾ അപേക്ഷിക്കണമെങ്കിൽ അദ്ദേഹം തീർച്ചയായിട്ടും ദൈവത്തിന്റെ ഹിതം അന്വേഷിക്കുന്നവരായിരിക്കും. അവർക്ക് മാത്രമേ അപ്രകാരം ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് അന്വേഷിക്കുവാൻ സാധിക്കത്തുള്ളൂ. ആ ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അത് ദൈവത്തിന്റെ വചനത്തിലൂടെയാണ് നമുക്കത് ലഭ്യമാകുന്നത്. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ പോലും പലപ്പോഴും ഭൗതിക നന്മകൾക്ക് വേണ്ടി വളരെയധികം യാചിക്കുന്നവരൊക്കെ ആയിരിക്കും. ഉയർന്ന വിദ്യാഭ്യാസത്തിനും ജോലിക്കും ഒക്കെ വേണ്ടി നമ്മൾ വളരെയധികം യാചിക്കുന്നവരാണ്. നമുക്കതൊക്കെ ഏറ്റവും അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വിദ്യാഭ്യാസമുള്ളവരായിട്ട് തന്നെയാണ് വരേണ്ടത്, ജോലിയുള്ളവരൊക്കെ ആയിട്ടാണ് തീരേണ്ടത്. എന്നാലും അതിനൊക്കെ ഒരു പരിമിതികളുണ്ട്. നമുക്ക് ദൈവസന്നിധി യാചിക്കുന്നതിന് ചില പരിമിതികളുണ്ട്. അത്രത്തോളം യാചിക്കേണ്ട ആവശ്യമില്ല. മത്തായി 6:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. മത്തായി 6:19-20 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപങ്ങളെ സൂക്ഷിച്ചുകൊള്ളുകയും. പ്രകാരം നമ്മുടെ നിക്ഷേപം സൂക്ഷിക്കേണ്ടത് നമ്മൾ സ്വർഗത്തിലാണ് എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ കൊലോസ്യർ 3:2 വാക്യത്തിൽ പറയുന്നത് പോലെ ഭൂമിയിലുള്ളതല്ല, നമ്മൾ ഉയരത്തിലുള്ളത് വേണം ചിന്തിക്കുവാൻ. എന്നാലും ഫിലിപ്പിയർ വായിക്കുന്നുണ്ട്, നമ്മൾ സ്തോത്രത്തോടുകൂടെ നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കാം എന്നവിടെ പറയുന്നുണ്ട്. ഫിലിപ്പിയർ 4:6 നമ്മൾ വായിക്കുന്നുണ്ട്, സ്തോത്രത്തോടുകൂടി നമ്മുടെ ആവശ്യങ്ങളെ അറിയിക്കാമെന്നും പറയുന്നുണ്ട്. എന്നാലും അവിടെയും ഇങ്ങനെയാണ് അത് തുടങ്ങുന്നത്: ഒന്നിനെയും കുറിച്ചും വിചാരപ്പെടരുത് എന്ന് തുടങ്ങിയാണ് പറയുന്നത്. ഒന്നിനെയും കുറിച്ച് വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ അറിയിക്കുക അത്രയേ വേണ്ടത് എന്നാണ് അവിടെ പറയുന്നത്. ഇതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ആവശ്യങ്ങൾ നമുക്ക് മുമ്പേ അറിയുന്നവനായ ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം, ദൈവത്തിന്റെ ഒരു സ്വഭാവ ഗുണങ്ങളിൽ ഒന്നാണല്ലോ എല്ലാം അറിയുന്നവൻ. നമ്മുടെ ഭാവിയും ഭൂതവും വർത്തമാനവും എല്ലാം ദൈവത്തിനറിയാം. റോമർ 8:30 നമ്മൾ വായിക്കുന്നുണ്ട്: മുൻനിയമിച്ചവരെ വിളിച്ചും വിളിച്ചവരെ നീതീകരിച്ചും നീതീകരിച്ചവരെ തേജസ്കരിച്ചും ഇരിക്കുന്നു. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ ആ തേജസ്കരണവും കഴിഞ്ഞു. നമ്മൾക്കാണ് ഈ ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ ഉള്ളത്. ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അതും കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയവനായ ദൈവത്തെ നമ്മുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മുടെ അപേക്ഷകളൊക്കെ ദൈവഹിതമായിരിക്കണം. നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ അപേക്ഷകളെല്ലാം തന്നെ. ഈ അവസരത്തില് പ്രശസ്തനായ കേരളത്തിന്റെ നവോത്ഥാന നായകനായ സ്വാമി വിവേകാനന്ദന്റെ വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. അദ്ദേഹം പ്രാർത്ഥനയെക്കുറിച്ച് ഒരുപാട് കോഴ്സുകളൊക്കെ പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഒരു ചിന്ത ഒരിക്കലും പത്രത്തിൽ വന്നത് ഞാൻ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിന്റെ പകുതി പറയാം, നിങ്ങൾ ബാക്കി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ നിങ്ങളൊന്ന് നോക്കണം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത്. ബാക്കി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് പറയാൻ പറ്റുമോ എന്നതായിരിക്കും പുള്ളി ഉദ്ദേശിച്ചതെന്ന്? ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് ആത്മീയ കാര്യങ്ങളെ അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമാണ്: അതിലും നല്ലത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് എന്നാണ് പറഞ്ഞത്. ഭൗതിക കാര്യങ്ങളെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നതിനേക്കാളും നല്ലത് പ്രാർത്ഥിക്കാതിരിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. അദ്ദേഹം ഒരു ആത്മീയനാണ്. പക്ഷെ നമ്മൾക്ക് പറയാൻ പറ്റുമോ അദ്ദേഹം ഈ കർത്താവ്, ഈ നല്ലവനായ ഈ കർത്താവിനെ അറിഞ്ഞ് തന്റെ ആത്മാവിന് രക്ഷ പ്രാപിച്ച ഒരാളാണോ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. അയാളൊരു മറ്റു ചില മോറൽ വാല്യൂസിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി അദ്ദേഹം ആ രീതിയിൽ ആത്മീയനാണ്. പക്ഷെ നമ്മൾ ഈ വലിയവനായ രക്ഷകനെ നമുക്ക് കാണുവാൻ സാധിച്ചു.
അപ്പോൾ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് അദ്ദേഹത്തിന് അത്ര അങ്ങനെ പറയാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവമക്കളായ നമ്മൾക്ക് എന്തുമാത്രം നമ്മുടെ ആത്മീയ ജീവിതത്തെ പോഷിപ്പിക്കുവാൻ വേണ്ടി എത്ര അധികം നമ്മൾ ഉത്സാഹിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അവിടുന്ന് മനസ്സിലാക്കേണ്ടത്. ഞാൻ ഉൾപ്പെടെ എന്നെ കൂടെ കൂട്ടിയാണ് ഞാൻ പറയുന്നത്. ഞാനും ജീവിതത്തിലൊന്നും ആയിട്ടില്ല. ഇനിയും അത്യാവശ്യമായിട്ട് എന്റെ ജീവിതത്തിൽ പല ആത്മീയ നന്മകളും അതിനൊക്കെ പ്രാക്ടീസ് ചെയ്യേണ്ട ഒത്തിരി കാര്യങ്ങൾ, ഒരുപാട് കുറവുകൾ ഇപ്പോഴും ഉണ്ട് ജീവിതത്തിൽ. എന്നെ ഞങ്ങൾ ഉൾപ്പെടുത്തിയാണ് പറയുന്നത്. ഒട്ടും നിങ്ങളുടെ മുന്നിൽ നിന്ന് ഞാൻ മാറി നിൽക്കുന്നില്ല. അപ്പോൾ അപ്രകാരം നമ്മൾക്ക് ആ നിലയിൽ നമുക്ക് വളരേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ, ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ദൈവത്തിന് ചില ഇഷ്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായി യോഹന്നാൻ 6:29. ദൈവത്തിന് പ്രസാദമുള്ള ഒരു പ്രവൃത്തിയാണ് അവിടെ ഉള്ളത്. യോഹന്നാൻ 6:29. ആർക്കെങ്കിലും വായിക്കാമെങ്കിൽ വായിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കുന്നത് അത്രേ. അത് ദൈവത്തിന്റെ കൃപയാല്, ദൈവത്തിന്റെ കരുണയാല് നമ്മൾക്ക് വിശ്വാസം എന്ന മാധ്യമത്തിലൂടെ നമ്മൾക്ക് ആ ഒരു വലിയ നന്മ, ദൈവത്തിന് പ്രസാദമുള്ള ആ ഒരു പ്രവൃത്തി ചെയ്യുവാൻ നമ്മൾക്ക് സാധിച്ചു. അടുത്തതായിട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള ചില കാര്യങ്ങള് 1 തെസ്സലോനിക്കർ 5:16, 17, 18 വാക്യങ്ങൾ. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. നമ്മുടെ നോട്ടീസിലും ആ ഒരു വാക്യം ഉണ്ടായിരുന്നു. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തയേശുവിൽ ദൈവേഷ്ടം. എപ്പോഴും സന്തോഷിപ്പിൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ. ഒരു ദൈവഹിതം അന്വേഷിക്കുന്ന ഒരു ദൈവവൈതലിന് നടക്കുന്ന ഒരു കാര്യമാണ് ഇടവിടാതെ പ്രാർത്ഥിക്കുന്നതും എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നതും ഒക്കെ. ഈ ഒരു ദൈവേഷ്ടം ഈ ഒരു 3 വാക്യം കൊണ്ട് മാത്രം അത് തീരുന്നില്ല. 5:14 മുതൽ ഒരു ചെറിയ ലിസ്റ്റ് പറയുന്നുണ്ട്. അതെല്ലാം ദൈവത്തിന്റെ ഇഷ്ടത്തിൽ പെടുന്ന ചില കാര്യങ്ങളാണ്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം 14 മുതൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ക്രമം കെട്ടവരെ ബുദ്ധി ഉപദേശിപ്പിൻ, ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തുവിൻ, ബലഹീനരെ താങ്ങുവിൻ, എല്ലാവരോടും ദീർഘക്ഷമ കാണിപ്പിൻ, ആരും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കാൻ നോക്കുവിൻ, തമ്മിൽ എല്ലാവരോടും എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കും, അത് പ്രാർത്ഥിപ്പിൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടങ്ങളാണ്. അതൊക്കെ നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ നിലയിലൊക്കെ നമ്മൾക്ക് ചെയ്യാനൊക്കെയും സാധിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ദൈവത്തിന്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കുന്നവരും ദൈവിക നന്മകളെ കുറിച്ച് തിരിച്ചറിയുന്നവരൊക്കെ ആണെങ്കിൽ മാത്രമേ അപ്രകാരം നമ്മൾക്ക് ഒക്കെ ആകുവാൻ സാധിക്കത്തുള്ളൂ. നമുക്ക് ഒന്നും കൂടെ നമ്മൾ ആദ്യം വായിച്ച വാക്യത്തിലേക്ക് ഒന്നും മടങ്ങി വരാം. 1 യോഹന്നാൻ 5:14-15. ആ വാക്യം നമ്മൾ വായിച്ചു കേട്ടു. നമ്മളുടെ അപേക്ഷകൾ, നമ്മുടെ ദൈവഹിതപ്രകാരമുള്ള അപേക്ഷകൾ കേൾക്കുന്നു, അതിന് തീർച്ചയായിട്ടും മറുപടിയുണ്ട് എന്ന് പറയുന്നുണ്ട്. ആ വാക്യം അപ്രകാരം യോഹന്നാൻ പറയുന്നത് ഒരു ഉറപ്പും ധൈര്യവും തന്നുകൊണ്ട് പറയുന്നത് മറ്റൊരു കാര്യത്തിന്റെ ഉറപ്പ് തരുന്നതിന് വേണ്ടിയാണ് പറഞ്ഞത്. വേറൊരു കാര്യം യോഹന്നാൻ നമ്മളോട് പറയണമായിരുന്നു. അത് ഉറപ്പുള്ളൊരു കാര്യമാണ്. അതിന് വീണ്ടും ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ് ഇപ്രകാരം ദൈവത്തിന്റെ ഒരു ക്വാളിറ്റിയും കൂടെ കൂട്ടി നമുക്ക് പറഞ്ഞു തരുന്നത്. അത് 5-ാം അധ്യായം 13-ാം വാക്യം, ആ സെന്റൻസ് ഇപ്രകാരമാണ് ആരംഭിക്കുന്നത്. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. ആ ഒരു കാര്യം ഒന്ന് ഊട്ടി ഉറപ്പിക്കാൻ വേണ്ടിയാണ്. നിത്യജീവനെ കുറിച്ച് സംശയമുള്ളവർ കാണും. അതിനെ കൂടുതൽ ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ദൈവഹിത പ്രകാരമുള്ള അപേക്ഷകൾ ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും ധൈര്യം എന്നുള്ളത് കോൺഫിഡൻസ് എന്നുള്ള വാക്കാണ് ഇംഗ്ലീഷിലേക്ക് അത് വന്നിരിക്കുന്നത്. അപ്പം അത് അപ്രകാരമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ അവസരത്തില് ഞാൻ എൻ്റെ ആത്മീയമായിട്ട് ഞാൻ വന്ന സമയത്ത്, അതായത് ഇങ്ങനെ ഈ സഭയായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് ആ ഒരു സാഹചര്യം ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. ഞാൻ ഒരു CSI-കാരിയായിരുന്നു.
വിവാഹത്തോടുള്ള ബന്ധത്തിലായിരുന്നു ഞാൻ ഇപ്രകാരം ഈ ഒരു സഭയായിട്ട് ചേർന്ന് നിൽക്കാനൊക്കെ എനിക്കിടയായത്. അവിടെ CSIയിലാണെങ്കിൽ പോലും അവിടെ ചെറിയ രീതിയിലുള്ള ആത്മീയ അന്തരീക്ഷത്തിനൊക്കെ ഉള്ള ഒരു വകയുണ്ട്. എന്നിരുന്നാൽ പോലും കൂടുതലായിട്ട് രക്ഷയെ കുറിച്ച് പഠിപ്പിക്കുകയോ ദൈവവചനം കൂടുതലായിട്ട് പഠിപ്പിക്കുകയോ ഒന്നും അവിടെ ചെയ്തിരുന്നില്ല. എന്നാൽ ഈ വിവാഹത്തോടുള്ള ബന്ധത്തിലാണ് നമ്മൾ ഈ സഭയായിട്ട് ചേർന്ന് നിൽക്കുവാൻ സാധിച്ചത്. അന്ന് ഞാൻ വളരെയധികം ദൈവവചനം കേൾക്കുകയും വളരെ സന്തോഷമായിരുന്നു എനിക്കിത് കേൾക്കുമ്പോൾ. ആദ്യമായിട്ടാണ്, പണ്ടൊക്കെ ചിലർ പറഞ്ഞു കേട്ടിട്ടില്ലേ, ഒന്നും കാണാതെ കിടന്നിട്ട് കണ്ടു കഴിയുമ്പോഴത്തേന് ഭയങ്കര ആക്രാന്തം എന്നൊക്കെ പണ്ട് പറയുന്നത് കേട്ടില്ല. എന്ന് പറയുന്ന പോലെ ഇതൊക്കെ കാണാതെ കിടന്നിട്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കര സന്തോഷമാണോ, അതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര സംശയങ്ങളും ഒക്കെ. അന്നേരം ആ സമയത്ത് 10, 15, 16 വയസ്സുള്ള കുഞ്ഞുങ്ങളെ, ഏറ്റവും വലിയ പിള്ളേര് ഞങ്ങളുടെ സൺഡേ സ്കൂളിലെ, അവരുടെ കൂടെ ഞാൻ കുറച്ച് നാൾ സൺഡേ സ്കൂളൊക്കെ പഠിക്കാനിടയായി. അപ്പം ജോണിച്ചാൻ എനിക്ക് പ്രത്യേകം എനിക്കിത് കാര്യങ്ങൾ പറഞ്ഞു തരും. അങ്ങനെ വളരെ വളരെ സന്തോഷത്തിന്റെ സമയമായിരുന്നു അന്ന് എനിക്ക്. ആ സമയത്ത് ഒരുപാട് സംശയങ്ങളും ഉണ്ട്, ഒരുപാട് ആശയക്കുഴപ്പങ്ങളുണ്ട്. ചിലതൊന്നും അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റത്തില്ലാത്തത് എന്താന്ന് ചോദിച്ചാൽ ആ സന്തോഷം കൊണ്ട്, ഇതൊക്കെ നേരാണോ? ഒരു കോടി അടിച്ചതിന്റെ സന്തോഷം ഉണ്ടല്ലോ, അത് നേരാണോ, സംഭവിച്ചത് ശരിയാണ്, ഈ സന്തോഷം, ഈ ഒരു എനിക്ക് കിട്ടിയ രക്ഷ അത്രത്തോളം വലുതാണോ, സത്യമാണോ എന്നുള്ള രീതിയിലുള്ള ആ ഒരു ആശയക്കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്ക് ഈ ഒരു വാക്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്. അന്ന് സത്യം പറഞ്ഞാൽ ഞാൻ വളരെയധികം കരയുകയാണ് ചെയ്തത്. പക്ഷെ എന്റെ കർത്താവ് എന്നെ എത്ര അധികം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അന്ന് കാണുവാനിടയായി. എന്റെ വിശ്വാസം അന്ന് കൂടുതൽ വർദ്ധിക്കുകയുണ്ടായി. എന്റെ കർത്താവ് എന്നെ അത്ര അധികം സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. വീണ്ടും വീണ്ടും ആ വാക്യം വായിക്കുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. കാര്യം എന്ന് വെച്ചാൽ അത്രത്തോളം എന്റെ ദൈവം എന്നോട് സംസാരിക്കുന്നു, ഇടപെടുന്നു തുടങ്ങി. അങ്ങനെ ഞാൻ അനുഭവിക്കുവാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ ഈ നിലയിലുള്ള ഒരു തിരിച്ചറിവ്, ദൈവം നമ്മൾക്ക് വേണ്ടി ചെയ്ത വലിയ നന്മ, എനിക്ക് വേണ്ടി ഒരുക്കിയ നിത്യജീവൻ, ആ സ്നേഹം, ഇതൊക്കെ നമ്മൾ തിരിച്ചറിയുമ്പോൾ ദൈവത്തിന്റെ സന്നിധി ദൈവഹിതപ്രകാരമുള്ള അപേക്ഷകൾ കഴിക്കുവാൻ നമ്മൾക്ക് പ്രാപ്തരാകുവാൻ നമ്മൾക്ക് ദൈവം ഇടയാക്കും. അടുത്ത വാക്യം എഫേസ്യർ 3:20. എഫേസ്യർ 3:20. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായ മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായി മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇവിടെ ഈ വാക്യവും നമുക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വാക്യമാണ്. പലരും ചില ഭൗതിക നേട്ടങ്ങളൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് ഈ വാക്യം വായിച്ച് വളരെയധികം സന്തോഷിക്കാറുണ്ട്. ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും ഒക്കെ അത്യന്തപരമായിട്ട് നടത്തും എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇവിടെയും തികച്ചും ആത്മീയ നേട്ടങ്ങളെ കുറിച്ച് മാത്രമാണ് ഇവിടെ പൗലോസ് പറയുന്നത്. ആ എഫേസ്യ ലേഖനം എന്ന് പറയുന്ന ആ ഒരു അധ്യായം തന്നെ, ആ ഒരു ചാപ്റ്റർ തന്നെ തികച്ചും ആത്മീയ കാര്യങ്ങളെ കുറിച്ച് പൗലോസ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ അടങ്ങിയതായ ഒരു അധ്യായമാണ്. അവിടെ നമ്മുടെ വിളിയുടെ ആശയം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം, കർത്താവിന്റെ സ്നേഹത്തിന്റെ വ്യാപ്തം എന്തെന്ന് അറിയണം, തുടങ്ങിയ ആത്മീയ കാര്യങ്ങൾ മാത്രം പറയുന്ന ഒരു അധ്യായമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ട് ഇതും തികച്ചും ഒരു ആത്മീയ കാര്യങ്ങളെ കുറിച്ച് മാത്രം പറയുന്ന ഒരു വാക്യമാണിത്. ആത്മീയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ദൈവസന്നിധി യാചിക്കേണ്ടതിന് വേണ്ടിയുള്ള ഒരു വാക്യമാണ്. ഇവിടെ നമ്മുടെ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്രകാരം സപ്പോർട്ട് ചെയ്യുന്നു എന്നൊക്കെ ഉള്ള ഒരു കാര്യമാണ്, ഒരു ആശയമാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ വളരെയധികം ദുഃഖത്തിലും ഭാരത്തിലും ഒക്കെ ഇരിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അനുഭവിക്കുന്നതാണ്. പരിശുദ്ധാത്മാവുടെ ഉള്ളിലുള്ളവരെല്ലാവരും തന്നെ അപ്രകാരമുള്ള ഒരു അനുഭവം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ ഒരു മനസ്സിന്റെ ഒരു വലിയ ആശ്വാസം നമുക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ ഉണ്ടാകാറുണ്ട്. ദൈവത്തിന് സന്നിധി ഇരിക്കുമ്പോൾ നമ്മളോടല്ലേ സംസാരിക്കുന്നത് എന്ന് തോന്നുന്ന വിധത്തിൽ നമ്മളോട് നമ്മുടെ കുറവുകളെ മാറ്റി ദൈവസന്നിധി യഥാസ്ഥാനപ്പെടുവാനും വീണ്ടും ആഹാരമുണ്ടായ ദൈവസന്നിധിയിൽ കൂടുതൽ വിധേയപ്പെടുവാനും ദൈവനാമത്തിനായിട്ട് ജീവിക്കാനും ഒക്കെയുള്ള ഒരു പ്രേരണ തരുന്നതായിട്ട് നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും നമുക്ക് ഇടയാകാറുണ്ട്.
പിന്നെ നമ്മൾ ചിലപ്പോൾ നമ്മൾ പറയാറുണ്ടല്ലോ, ചിലരുടെ വചനമൊക്കെ നമ്മൾ പറയണം, അയ്യോ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഞാനത് ചിന്തിച്ചതേ ഉള്ളൂ, ഞാനത് ഓർത്തതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുകയും നമ്മൾ വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന അതേ വചനം നമ്മളെ വീണ്ടും ദൈവസന്നിധിയിൽ ഉറപ്പിക്കുവാൻ വേണ്ടി നമുക്ക് വീണ്ടും കേൾക്കുന്നതായിട്ട് നമ്മൾ സാധിക്കാറുണ്ട്. പിന്നെ ഞാൻ മുമ്പേ സൂചിപ്പിച്ച പോലെ നമുക്കുള്ള ചില സംശയങ്ങൾ ആ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് മാത്രം അത് നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കിട്ടുന്നതായിട്ട് നമ്മൾക്ക് കാണാറുണ്ട്. ഇതൊക്കെയും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമാണ്. ഇതെല്ലാം പരിശുദ്ധാത്മാവാണ് ഇതെല്ലാം ചെയ്യുന്നത്. അത് ചിലപ്പം പലപ്പോഴും നമ്മൾ ചോദിക്കുന്നതിനും നനയ്ക്കുന്നതിലും ഒക്കെ അപ്പുറമായിട്ടായിരിക്കും അത് നമുക്ക് ലഭിക്കുന്നത്. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് അത്രത്തോളം, ഈ ജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുന്നത് അത്രത്തോളം വൈഡായിട്ടുള്ളതാണ്. ഇത് നമുക്ക് അനുസരിക്കാനോ അത് വഹിക്കാനോ ഉള്ള പ്രാപ്തിയൊന്നും നമുക്ക് ഇല്ല. അത്രത്തോളം അത് ഘനമേറിയ ഒരു വസ്തുതയാണ്. എന്നിരുന്നാൽ പോലും നമ്മൾ കഴിവില്ലാത്ത നമ്മൾ ശിശുക്കളായിരുന്ന നമ്മൾക്ക് ഒരു കഴിവും പ്രാപ്തിയുള്ളവരല്ലാത്ത പ്രാപ്തിയും ഇല്ലാതിരുന്ന നമ്മൾക്ക് ഇതൊക്കെയും അനുസരിക്കുവാനും ഒക്കെയും തന്ന കൃപയ്ക്കായി ദൈവത്തിന് ഈ സമയത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അത് തന്നെ നമ്മൾ ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിലാവാൻ നമുക്ക് സാധിച്ചു. അതിന് പറയുന്നുണ്ട്, സങ്കീർത്തനം 115:15 പറയുന്നു, യഹോഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. പക്ഷെ നമ്മൾക്ക് ആ നിലയിൽ ഒരുപാട് കഴിവും പ്രാപ്തിയും ഒക്കെ ഉള്ളവർക്ക് ആ ഒരു കാര്യം ലഭിച്ചില്ല. നമ്മൾക്ക് ആ ഒരു ബുദ്ധിയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മൾക്ക് ആവുവാൻ ദൈവം സഹായിച്ചു. വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലാവുവാൻ നമ്മൾക്ക് സാധിച്ചു. ഈ ഒരു തിരിച്ചറിവും ഈ ഒരു മനോഭാവവും ഒക്കെയും നമ്മൾക്ക് ദൈവസന്നിധിയിൽ ദൈവഹിത പ്രകാരമുള്ള അപേക്ഷകൾക്ക് നമ്മളെ പ്രാപ്തരാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം തന്നെ ദൈവഹിത പ്രകാരമായിട്ടിരിക്കുവാൻ നമ്മൾക്ക് കഴിയണം.